ഇന്ന് ഒക്ടോബർ 11 വിശുദ്ധനായ പോപ്പ് ജോൺ 23-ാമന്റെ തിരുനാൾ ദിനമാണ്. നമുക്ക് കേൾക്കാം. ലോകം മുഴുവൻ നല്ല പാപ്പ എന്ന സ്നേഹത്തോടെ വിളിച്ച വിശുദ്ധ ജോൺ 23. ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾക്കപ്പുറം വളർന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? ഒന്നാമതായിട്ട്, അദ്ദേഹത്തിന് 77 വയസ്സുള്ളപ്പോഴാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോ പലരും കരുതിയത് എന്താണെന്നോ, ഇതൊരു താൽക്കാലിക പാപ്പയായിരിക്കുമെന്ന്. എന്നാൽ അദ്ദേഹം ശരിക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. രണ്ടാമത്തെ കാര്യം, അജോർണമെന്റോ, അതായത് കാലത്തിനനുസരിച്ച് സഭയെ ഒന്ന് പുതുക്കുക, നവീകരിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർത്തത്. അത് സഭയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായി മാറി കേട്ടോ. മൂന്നാമതായി, ഈ കൗൺസിലുണ്ടല്ലോ, അത് മറ്റു മതസ്ഥരുമായുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ജൂതന്മാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു വലിയ പങ്കുവഹിച്ചു. സംവാദത്തിനും തുറവിക്കുമൊക്കെ പുതിയ വഴികൾ തുറന്നു. പിന്നെ അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ആ ലാളിത്യം, നല്ല പെരുമാറ്റം, പ്രത്യാശയിലുള്ള വിശ്വാസം, ഇതൊക്കെ അദ്ദേഹത്തെ എല്ലാവർക്കും പ്രിയങ്കരനാക്കി. നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നതല്ല കാര്യം, ആർക്കും ലോകത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ നല്ലവനായ വിശുദ്ധ ജോൺ 23, അങ്ങ് ലോകത്തെ കണ്ടതുപോലെ വിനയത്തോടും സ്നേഹത്തോടും കൂടെ എല്ലാവരിലും നന്മ കാണാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഇന്നത്തെ നമ്മുടെ ദൗത്യം, നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാളോട് ഒരു നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം ചെയ്യുക. അത്രേ വേണ്ടൂ.